പ്രിയപ്പെട്ട സ്നേഹിതരെ, സുഹൃത്തുക്കളെ, BKF-ൻ്റെ ഈ വൈജ്ഞാനിക ഉത്സവത്തിൽ ഒരേ സമയം ഇൻഫർമേറ്റീവും അതുപോലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കൗതുകവുമുള്ള ഒരു ഏരിയയാണ് ഇവിടെ ചർച്ചയ്ക്ക് വെക്കുന്നത്. ലൈഫ് ട്രാക്കിലെ പച്ച വെളിച്ചം എന്ന വിഷയത്തിൽ ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന 3 പേരുടെ പാനലാണ് ഇവിടെയുള്ളത്. നമ്മുടെ കൂടെയുള്ള സിയാഫ് അബ്ദുൽ ഖാദർ ഇന്ത്യൻ റെയിൽവേയിലെ കൊങ്കൺ റെയിൽവേയിൽ ലോക്കോ പൈലറ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. കൂടെ അബ്ദുൾ റഷീദ് പാലക്കാട് ഡിവിഷനിലെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററാണ്. ലൈഫ് ലൈൻ ഓഫ് നാഷൻ, രാജ്യത്തിൻ്റെ ജീവിത രേഖ എന്നാണ് ഇന്ത്യൻ റെയിൽവേയെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തെ ജനജീവിതത്തെ ഇത്രമേൽ സ്പർശിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം വേറെ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ ജീവിതത്തിൽ പരശുറാമും ഏറനാട് എക്സ്പ്രസ്സും ഇല്ലാത്ത ജീവിതം ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഈ ഒരു സംവിധാനത്തെ, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ വർക്കിംഗ് റൂളുകൾ, പ്രവർത്തനങ്ങൾ, അതെങ്ങനെയൊക്കെയാണ് ജനങ്ങളുമായി നേരിട്ട് ടച്ച് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയ്ക്ക് വെക്കുന്നത്. കേരളത്തിലെ 2 ജില്ലകൾ ഒഴിച്ച് എല്ലാ ജില്ലകളിലും തീവണ്ടി പാതകളുണ്ട്. രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും റെയിൽവേ സംവിധാനങ്ങളും നെറ്റ്വർക്കുകളുമുണ്ട്. നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് മനുഷ്യരെ കാണും. വ്യത്യസ്ത സന്ദർഭങ്ങളിലെ വ്യത്യസ്ത ജീവിത ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന മനുഷ്യർ, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി യാത്ര ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ഒരു വലിയ കാറ്റഗറി ഓഫ് ടീമിനെ നിരന്തരമായി സമ്പർക്കത്തിലേർപ്പെടുന്ന ഒരു വിഭാഗമാണ് റെയിൽവേ സ്റ്റാഫ് എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് നൽകുക എന്നുള്ളത് തന്നെയാണ് റെയിൽവേ എന്നും മുന്നോട്ട് വെക്കുന്നത്. ആ സർവീസിനോടൊപ്പം ജനങ്ങളുടെ സുരക്ഷിതത്വവും ഏറ്റവും സമയബന്ധിതമായി നൽകുക എന്നുള്ളത് ഏതൊരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യമാണ് എന്നുള്ളതോടൊപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേയും ഏറ്റവും പ്രയോറിറ്റി നൽകുന്നതും സമയത്തിന് വണ്ടി ഓടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികളും പ്രയാസങ്ങളും വരാറുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ജനങ്ങളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ജനങ്ങളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്, യാത്രക്കാരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റേഷനിലും വണ്ടി ഓടി വരുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ സ്റ്റേഷൻ സ്റ്റാഫ്, ആ വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്ന ലോക്കോ പൈലറ്റുമാർ, ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ ഒരേ ലക്ഷ്യമേ ഉള്ളൂ: ഈ വണ്ടി ഏറ്റവും മികച്ച രീതിയിൽ ഈ സ്റ്റേഷനും കടന്നു പോകണം എന്നുള്ളത്. റെയിൽവേ സേഫ്റ്റി വലിയ സംഭവമൊന്നുമില്ല എന്ന് ആലോചിക്കുന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പൊതുധാര ഉണ്ട്. പ്രത്യേകിച്ച് ചില ആക്സിഡൻറ്റുകൾ, അവരുടെ കേസുകളൊക്കെ പഠിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയുന്ന സാധനമാണ്, ഇതൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു സേഫ്റ്റി കൺട്രോളുകളോ മെഷറുകളോ ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ ഒരു മീഡിയ നെറ്റ്വർക്കിംഗ് തന്നെ ചില സമയത്തൊക്കെ കാണാറുണ്ട്. പ്രിയപ്പെട്ട റഷീദ് റെയിൽവേ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. ഷബീർ സൂചിപ്പിച്ച പോലെ റെയിൽവേ അതിൻ്റെ സ്ഥാപിത കാലഘട്ടം മുതൽ റെയിൽവേ ഉയർത്തിപ്പിടിക്കുന്ന മോട്ടോ എന്നുള്ളത് സേഫ്റ്റി ഫസ്റ്റ്, സേഫ്റ്റി ആൾവേസ് എന്നുള്ളതാണ്. പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ടും റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നുള്ളത്. ട്രെയിനിൽ കയറുന്ന ഒരു പാസഞ്ചറിനെ സുരക്ഷിതമായി അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റി, അതുപോലെ തന്നെ റെയിൽവേ അതിൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെ സേഫ്റ്റി, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏകദേശം 300-ലധികം നിയമങ്ങൾ റെയിൽവേയിൽ ഉണ്ട്. GRS എന്ന് പറയും, ജനറൽ റൂൾസ്.
ഏകദേശം 344 റൂളുകളാണ്. ഈ റൂളുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റെയിൽവേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പാസഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ യാത്ര തുടങ്ങുന്നതും യാത്ര അവസാനിക്കുന്നതും ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റി എൻഷുർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവും കൂടാണ് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത്. അതിൽ ഈ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്നുള്ളത്. അപ്പോൾ ഞാൻ റെയിൽവേയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കളടക്കം പലരും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ പറയാറുണ്ട്, നിനക്കൊക്കെ ഇപ്പോൾ നല്ല സുഖമല്ലേ, ട്രെയിന് വരുമ്പോൾ പച്ച കൊടി കാണിക്കണം, ട്രെയിന് വരാത്തപ്പോൾ വെറുതെ ഇരിക്കണം, നല്ല സുഖമുള്ള പരിപാടിയല്ലേ, വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങിക്കലല്ല എൻ്റെ ഒക്കെ പണിയെന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും അതിന് ഈ പറയുന്ന ആളോട് എന്ത് മറുപടിയാണ് പറയാന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം കൃത്യമായൊരു മറുപടി പറയാൻ, അല്ലെങ്കിൽ ആ മറുപടി അത് ഉൾക്കൊള്ളാൻ ചിലപ്പം അയാൾക്ക് കഴിഞ്ഞോളണമെന്നില്ല. കാരണം അത്രത്തോളം വലിയ വർക്ക് ലോഡാണ് ഒരു സ്റ്റേഷൻ മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മളിൽ പലരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന, ഈ സദസ്സിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ചിലപ്പോൾ അതറിയില്ല. ഒരു ലോക്കോ പൈലറ്റിൻ്റെ പണി, യഥാർത്ഥ പണി എന്താണെന്നുള്ളത് ഇവിടെ പറയും. ഒരു ലോക്കോയിൽ സ്റ്റെയറിംഗ് ഇല്ല എന്നുള്ളത് എത്ര പേർക്ക് അറിയാൻ പറ്റും? എത്ര പേർക്ക് അറിയാം? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, പിന്നെ എങ്ങനെയാണ് ഒരു ലോക്കോ അല്ലെങ്കിൽ ഒരു ട്രെയിന് ദിശ മാറി പോകുന്നത്, അല്ലെങ്കിൽ ട്രാക്ക് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു സ്റ്റേഷൻ മാസ്റ്ററാണ്. പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിയും എല്ലാം നോക്കിയിട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നതാണ്. അതേ രൂപത്തിൽ തന്നെ ഒരു സ്റ്റേഷനിൽ ഒരു ട്രെയിൻ കയറാൻ നിൽക്കുന്ന പാസഞ്ചേഴ്സ് എല്ലാവരും കൃത്യമായിട്ട് ആ ട്രെയിനിൽ കയറുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക, അവർ സേഫായിട്ട് ഇറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഒരു സ്റ്റേഷൻ മാസ്റ്ററും അയാളുടെ കീഴിലുള്ള റെയിൽവേ സ്റ്റാഫുകളും ഉറപ്പുവരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലോക്കോ പൈലറ്റ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഫറോക്കിൽ നിന്ന് ഒരു ട്രെയിന് കോഴിക്കോട് ഭാഗത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. പോകുന്നതിനിടക്ക് ഒരാളെ വണ്ടി തട്ടി, റൺ ഓവറായി, അയാളെ മേലെ കൂടെ വണ്ടി കയറി. അപ്പം അടുത്ത സ്റ്റേഷൻ വരുന്നത് കല്ലായി സ്റ്റേഷനാണ്. അപ്പോൾ ലോക്കോ പൈലറ്റ് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലോക്കോ പൈലറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് അത് കൺസേൺഡ് അടുത്ത കല്ലായിലെ സ്റ്റേഷൻ മാസ്റ്റർ അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ അത് അയാൾ ലോക്കോ പൈലറ്റ് അയാളുടെ ലഭ്യമായ മാർഗത്തിലൂടെ സ്റ്റേഷൻ മാസ്റ്റർ അറിയിക്കും. പിന്നീട് സ്റ്റേഷൻ മാസ്റ്ററുടെ ഉത്തരവാദിത്വത്തിലേക്കാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. അതായത് ഇപ്പം നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഡെഡ് ബോഡിയെ നമ്മൾ ബഹുമാനിക്കണം. അപ്പം ട്രാക്കിൽ ഒരു ഡെഡ് ബോഡി ഇരിക്കെ പിന്നെ അടുത്ത വണ്ടി ആ ഡെഡ് ബോഡി കടന്നു പോകാൻ പാടില്ല. അപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടി, ആ പ്രൈമറി ഇൻഫർമേഷൻ കൃത്യസമയത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മെസ്സേജ് അറിയിക്കുക എന്നുള്ളത് സ്റ്റേഷൻ മാസ്റ്ററുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ലോക്കൽ പോലീസിനെ അറിയിക്കണം, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ അറിയിക്കണം, സെക്ഷൻ കൺട്രോളർ അറിയിക്കണം, സേഫ്റ്റി മറ്റു കാര്യങ്ങൾ അറിയിക്കണം, ആംബുലൻസിൽ ഇൻഫോം ചെയ്യണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. അതിന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യേണ്ട പുസ്തകങ്ങളുണ്ട്, അതിലൊക്കെ അതിൻ്റെ റെക്കോർഡ്സ് എഴുതണം. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറയുകയാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന് ക്വസ്റ്റ്യൻ വരും. കാരണം എന്താണ്? അടുത്ത വണ്ടി ഫറോക്കിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ വണ്ടി നമ്മളുടെ സിസ്റ്റം പ്രകാരം നിലവിലുള്ള അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം എന്ന് പറയും. നിലവിലുള്ള സിസ്റ്റം പ്രകാരം ഫറോക്കിൽ നിന്നൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കല്ലായിൽ എത്തിക്കഴിഞ്ഞാലേ അടുത്ത വണ്ടി ഫറോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു സമയത്ത് ബിറ്റ്വീൻ സ്റ്റേഷനിൽ ഒരു വണ്ടിയേ പാടുള്ളൂ. അതൊരു സേഫ്റ്റിയാണ്. 2 വണ്ടി ഓടുന്ന സെക്ഷനുകളുണ്ട്, അത് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സെക്ഷൻ എന്ന് പറയും. അതിന് ഒരു വണ്ടി കടന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിയറിൽ പ്രൊട്ടക്റ്റഡ് സിഗ്നലുണ്ട്. അത് ചെന്നൈ ഏരിയയിലൊക്കെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സെക്ഷനാണ്. കൂടുതൽ വണ്ടികൾ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് അത്തരം സൗകര്യങ്ങൾ ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിൽ ഒരു വണ്ടി ഫറോക്കിൽ വെയിറ്റിംഗ് ആണ്. അപ്പം നേരത്തെ ആളെ തട്ടിപ്പോയ വണ്ടി കല്ലായിലെത്തി, കല്ലായി പാസ് ചെയ്ത് പോയി. ഇനി അടുത്ത വണ്ടി നമുക്ക് റൂൾ പ്രകാരം സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സ്റ്റേഷൻ മാസ്റ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോഡി അവിടെ നിന്ന് റിമൂവ് ചെയ്ത് എന്ന് ഉറപ്പ് വരുത്തിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത വണ്ടി ഫറോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല എങ്കിൽ അത് മാറ്റി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് യാത്ര തുടരാൻ വേണ്ടിയിട്ട് ഫറോക്കിലുള്ള സ്റ്റേഷൻ മാസ്റ്റർക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അയാൾ ഒരു കോഷൻ ഓർഡർ എന്ന് പറയും. അതായത് ഈ ഡെഡ് ബോഡി അല്ലെങ്കിൽ ആളെ ഇടിച്ച ലൊക്കേഷൻ കിലോമീറ്റർ ഇൻഫോം ചെയ്ത് അത് അതിൻ്റെ ഓർഡറിൽ എഴുതി കൊടുത്ത്, അങ്ങനെയാണെങ്കിൽ ആ ലോക്കോ പൈലറ്റ് ആ കൺസേൺഡ് ലൊക്കേഷനിൽ നിർത്തി ബോഡി ട്രാക്കിലല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം യാത്ര തുടരും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു സ്റ്റേഷൻ മാസ്റ്ററാണ്. അതുപോലെ തന്നെ ഒരു സ്റ്റേഷനുള്ള ഏകദേശം 10-32ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു കോർഡിയലി ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഒരു ട്രെയിൻ കടന്നു പോകുക എന്നുള്ളത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു സ്റ്റേഷൻ മാസ്റ്ററാണ്. അതുപോലെ തന്നെ ഒരു സ്റ്റേഷനിൽ റെയിൽവേ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഒരു ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഒരിക്കലും അതിൽ ചാടിക്കയറാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം അത് ഗുണത്തേക്കാളേറെ ദോഷമേ ഉണ്ടാവുള്ളൂ. നമുക്ക് വളരെ അർജൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റേഷൻ മാസ്റ്ററെ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പം ലോക്കോ പൈലറ്റിനോ ഗാർഡിനും ഇൻഫോം ചെയ്ത് വണ്ടി നിർത്തിത്തരാൻ ചിലപ്പം സാധിച്ചേക്കാം. അല്ലാതെ നമ്മളുടെ ഇഷ്ടപ്രകാരം ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ചാടി കയറുക അല്ലെങ്കിൽ ചാടി ഇറങ്ങുക. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സാർ ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയുണ്ടായി. ഇപ്പം നമ്മൾ ചില ആളുകളൊക്കെ ദൂരെ യാത്ര പോകുന്ന സമയത്ത് ചില ആളുകൾക്ക് എന്തോ ഒരു നേർച്ച ഉള്ളത് പോലെയാണ്. അതായത് വണ്ടി നിർത്തുന്ന സ്റ്റേഷനിലെല്ലാം ഇയാൾ ഇറങ്ങണം. ഇത് വാസ്കോഡഗാമ കാലുത്തിയ സ്ഥലമാണ്, ഇവിടെ ഞാൻ ഇറങ്ങും, എന്നിട്ട് അവിടെ നിന്നൊരു സെൽഫി. പിന്നെ അടുത്ത സ്റ്റേഷനിൽ നിർത്തിക്കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ സ്റ്റോപ്പേജ് ഇല്ലാതെ സിഗ്നൽ കിട്ടാണ്ട് അല്ലെങ്കിൽ മുന്നിലെ വണ്ടി ക്ലിയർ ആവാതെ നിർത്തിയതായിരിക്കാം. അത് എപ്പോഴാണ് എടുത്തു പോകുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ സെൽഫിയും നമ്മളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വണ്ടിയിൽ കയറുമ്പോഴത്തേക്ക് വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കും. ചില ആളുകൾക്ക് എല്ലാ സ്റ്റേഷനിലും അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്താ അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ടി വരും. അങ്ങനെ കുറേ സ്വഭാവക്കാരായിട്ടുള്ളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പിന്നെ നമ്മളുടെ സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ബാക്കി എല്ലാത്തിനും നമ്മൾ അതിപ്രാധാന്യം കൊടുക്കണമെന്നില്ല. നമ്മളുടെ സേഫ്റ്റി. അതുപോലെ തന്നെ ട്രാക്ക് മുറിച്ച് കിടക്കുന്ന സമയത്ത് ഓരോ സ്റ്റേഷനിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാനുള്ള സൗകര്യങ്ങൾ നമ്മളുടെ ഫുട് ഓവർ പിടിച്ചുണ്ടാകും, അല്ലെങ്കിൽ ലിഫ്റ്റ് സൗകര്യം ഉണ്ടാവും, എസ്കലേറ്റർ സൗകര്യം ഉണ്ടാവും. അത് ഉപയോഗപ്പെടുത്തുക. എത്ര തിരക്കുണ്ടെങ്കിലും ട്രാക്ക് മുറിച്ച് കടക്കാണ്ടിരിക്കുക. കാരണം ഏത് സമയത്താണ് ഏത് ദിശയിലാണ് വണ്ടി വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വളരെ ഈസിയാണെന്ന് കരുതും, പക്ഷേ ഒരുപാട് എൻ്റെ കൺമുന്നിൽ നിന്ന് തന്നെ ഇത്തരം ആക്സിഡൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വിളിച്ചാൽ പോലും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയിട്ട് ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുള്ള ഇഷ്ടംപോലെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ദിശയിൽ നിന്നാണ് വണ്ടി വരാമെന്ന് അതിന് ഒരു ഹോണടി മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ അത് ലെഫ്റ്റിൽ നിന്നാണോ റൈറ്റിൽ നിന്നാണോ ഹോണടി കേട്ടത്, അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന വണ്ടിയാണോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന വണ്ടിയാണെന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏത് ട്രാക്കിലൂടെയാണ് വരുന്നത് എന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾ വിചാരിക്കും നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഓടിക്കയറാൻ പറ്റും. ചെരുപ്പ് ലോക്കായിട്ട് താഴെ വീണിട്ട് മേലെ കൂടെ വണ്ടി കയറിയ ചിത്രമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം അത്തരം വിഷയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും റെയിൽവേയെ അല്ലെങ്കിൽ ട്രെയിനിനെ വളരെ പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കാതെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് വൻ ദുരന്തം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ. ബാക്കി മുറ പോലെ പറയാം. അപ്പോൾ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം മംഗള വർക്ക് ചെയ്യുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് കയറിയൊരു ഫാമിലി അവർ തിരൂർ ഇറങ്ങിയിട്ട് ഹലുവ വാങ്ങാൻ പോയി. തിരൂർ സ്റ്റേഷനിൽ ഒരു വണ്ടിക്ക് എത്ര ടൈം കിട്ടുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. തിരൂരിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് താനൂർ എത്തുന്നതിന് മുമ്പേ ചെയിൻ പുൾ ചെയ്തു. ലേഡിയാണ്, കരഞ്ഞാണ്, എൻ്റെ ഭർത്താവിനെ കാണാനില്ല. അപ്പോൾ ഭർത്താവ് ഇവിടെ പോയി. ഭർത്താവ് കോഴിക്കോടിന് ഹലുവ വാങ്ങാൻ വേണ്ടി തിരൂർ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ടൈമിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ട്രെയിന് എത്ര സമയമാണ് ഒരു സ്റ്റേഷനിൽ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഏറ്റവും മിനിമം ധാരണ ഉണ്ടാവണം. ചില ആളുകൾ പറയും ഇതിന് സമയം ഇപ്പോൾ കാലിക്കറ്റ് 5 മിനിറ്റ് ഉണ്ടല്ലോ, കാലിക്കറ്റ് 5 മിനിറ്റ് വണ്ടിക്ക് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ കോഷൻ ഓർഡർ എന്നൊരു സംഭവമുണ്ട്. കോഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ കോഷൻ ഓർഡർ നോക്കിയിട്ടാണ് നമ്മൾ ആ സെക്ഷനിൽ എത്ര സ്പീഡിൽ വണ്ടി ഓടിക്കണം എന്നുള്ളത് ലോക്കോ പൈലറ്റിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന സംവിധാനമാണ് കോഷൻ ഓർഡർ.
ആ കോഷൻ ഓർഡറിൽ കൊടുത്തിട്ടുണ്ടാവും ഇന്ന സ്റ്റേഷൻ മുതൽ ഇന്ന സ്റ്റേഷൻ വരെ ഇത്ര കിലോമീറ്ററിൽ വണ്ടി ഓടിക്കണം, ഇത്ര സ്പീഡിൽ ഓടിക്കണം, ഇത്ര സമയം ഈ സ്പീഡ് ആണ് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഈ കോഷൻ ഓർഡർ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് സ്റ്റേഷനിൽ എല്ലാ വണ്ടിക്കും 5 മിനിറ്റ് ഉള്ളത്. അത് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് തടസ്സങ്ങളൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചില സമയത്ത് 10 മിനിറ്റ് കൊടുത്ത വണ്ടികൾ ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ടോ 4 മിനിറ്റ് കൊണ്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇതൊന്നും ലക്ഷ്യം കണ്ട് നമ്മളൊരു 5 മിനിറ്റ് ഇവിടെ ഉണ്ടാവും എന്ന് നമ്മളായിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത് പുറത്തിറങ്ങി കറങ്ങി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്. ഇതിന് സമാനമാണ് ഈ ചില വണ്ടികൾ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ധാരണയുണ്ട്, ഈ വണ്ടി ഇപ്പോൾ ഒന്ന് സ്പീഡ് കുറച്ചിട്ട് കുറച്ച് ആളുകൾ കയറ്റും, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പോകും. ഇങ്ങനെ ചില വണ്ടികളെക്കുറിച്ച് ഷൊർണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികൾ അല്ലെങ്കിൽ മംഗലാപുരത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികളെക്കുറിച്ച് ആളുകൾക്ക് ചില ധാരണകളുണ്ട്. സത്യത്തിൽ എന്താണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് വണ്ടി സ്പീഡ് കുറയ്ക്കുന്നു, പിന്നെ വീണ്ടും സ്പീഡ് പിക്കപ്പ് ചെയ്യുന്നു, സ്പീഡ് വീണ്ടും കുറയ്ക്കുന്നു, എന്താണ് ശരിക്കും ലോക്കോ പൈലറ്റ് വണ്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ആദ്യം റഷീദ് മാഷ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു 1-2 വാചകങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. ഇന്ത്യൻ റെയിൽവേയിലൂടെ ഒരു ദിവസം 3 കോടി യാത്രക്കാരാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ 3% ജനങ്ങൾ ഉപയോഗിക്കുന്ന ഇത്രയും വിപുലമായ സംവിധാനമുള്ള ഒരു യാത്രാ സംവിധാനം വേറെയില്ല. ഇത്രയും കംഫർട്ടബിളായ, ഇത്രയും സുരക്ഷിതമായ വേറെ ഒരു യാത്രാ സംവിധാനവും നമുക്കില്ല. പക്ഷേ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു റെയിൽവേ എന്ന് പറയുന്നത് തന്നെ ഒരു രാജ്യമാണ്. ഇന്ത്യയെക്കാളും വലിയ രാജ്യമാണ് ഇന്ത്യൻ റെയിൽവേ. കാരണം നേപ്പാളിലും ഉണ്ട് ഇന്ത്യൻ റെയിൽവേ, മറ്റു പല രാജ്യങ്ങളിലും ഇന്ത്യൻ റെയിൽവേയുടെ സർവീസുകൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ എങ്കിൽ പോലും നമ്മൾ എല്ലാവരും, എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇരിക്കുന്നതിൽ എല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ട്രെയിൻ യാത്ര ചെയ്തവരായിരിക്കും. പക്ഷേ ട്രെയിനിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ അതിൻ്റെ ബാക്കിയുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ചോ യാതൊരു ധാരണയെന്നല്ല, വളരെയധികം അബദ്ധധാരണകൾ നമുക്കുണ്ട്. അതിൽപ്പെട്ടതാണിപ്പോൾ ഷബീർ അലി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. അതായത് വണ്ടി കുറേ നേരം നിർത്തിയിടും, അപ്പോൾ നമുക്ക് പുറത്ത് പോയി ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങിച്ചു വരാം, അല്ലെങ്കിൽ അലുവ വാങ്ങിച്ചു വരാം. ഇതൊന്നുമല്ലാതെ ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് ഏതാണ്ട് ഫ്ലൈറ്റ് ചാർജിൻ്റെ ഇത് വരും. ഞാൻ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിന് നോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് ക്ലാസ് ചാർജ് കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആൾക്കാർ യാത്ര ചെയ്യുന്നത് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ രാത്രി 2 മണിക്കോ 3 മണിക്കോ ആണെങ്കിൽ പോലും വണ്ടി നിർത്തിയാലുടൻ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ട്രാക്കിലോ ഇറങ്ങി ആദ്യം തന്നെ ഒരു സെൽഫി അങ്ങ് പൂശി, അത് കഴിഞ്ഞിട്ട് അവിടെയെല്ലാം ചുറ്റി നടന്ന് വണ്ടി സ്റ്റാർട്ടായി ഒരു 10 കിലോമീറ്റർ കൂടുതൽ സ്പീഡായി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം കയറുക എന്നതാണ് നമ്മളിൽ പലരുടെയും ശീലം. യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയേക്കാം, വണ്ടിയിൽ കയറാൻ വേണ്ടി മാത്രമല്ലാതെ ഒരു കാരണവശാലും റെയിൽവേ ട്രാക്കിൻ്റെ പരിസരത്തേക്ക് നിങ്ങൾ പോകാനേ പാടില്ല. അത് നിയമവുമാണ്. കാരണം റെയിൽവേ ട്രാക്കിൽ വെച്ച് നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, ഒരു അപകടം സംഭവിക്കുന്നു, നിങ്ങളുടെ കൈയോ കാലോ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ദൗർഭാഗ്യവശാൽ മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് യാതൊരു സാമ്പത്തിക നഷ്ടപരിഹാരവും ലഭിക്കില്ല. പകരം അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ കയറാൻ വേണ്ടി അല്ലാതെ ഒരു കാരണവശാലും റെയിൽവേ ട്രാക്കിൻ്റെ പരിസരത്തിലേക്ക് പരമാവധി പോകാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല ഒരു ശീലം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, വണ്ടി മൂവായ ശേഷം കയറുകയോ ഇറങ്ങുകയോ ചെയ്യാതിരിക്കുക. അതിനുള്ളിൽ ഇറങ്ങാനാണെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് തീരുമാനിക്കുക, കയറാനാണെങ്കിൽ അടുത്ത വണ്ടിക്ക് പോകാമെന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് കുറച്ച് പൈസ നഷ്ടം വന്നേക്കാം, കുറച്ച് സമയം നഷ്ടം വന്നേക്കാം. എന്തു തന്നെയായാലും ജീവനേക്കാൾ വലുതൊന്നുമല്ല ഈ പറയപ്പെട്ട സമയവും പണവും മറ്റൊന്നും. അതുകൊണ്ട് ഒരു കാരണവശാലും മൂവ് ചെയ്യുന്ന ട്രെയിനിൽ കയറാനോ ഇറങ്ങാനോ ശ്രമിക്കരുത്. ആൾക്കാർ നല്ലൊരു ശതമാനം, ഞാനൊക്കെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്, ചായ വാങ്ങിക്കൊണ്ട് വരും. ചായ എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുന്ന ചായ എന്ന് പറഞ്ഞാൽ പതയ്ക്കുന്ന ചായ ആയിരിക്കും. ഇളക്കുന്ന അടുപ്പിൽ നിന്ന് നേരെ ഗ്ലാസ്സിലേക്ക് പകരുന്ന ചായയാണ്. ആ ചായ നമ്മൾ ഒരു കൈ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് വണ്ടി, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശീലം ഓടുന്ന വണ്ടിയിലേക്ക് കയറുക എന്നുള്ളതാണ്. ഓടാതെ വണ്ടി കയറുന്നത് ഒരു ഗുമ്മില്ലാത്ത ഏർപ്പാടായതുകൊണ്ട് നമ്മൾ കയറില്ല. അപ്പോൾ ഈ ഓടുന്ന വണ്ടിയിലേക്ക് ഒരു കൈയിൽ ചായ പിടിച്ച് കയറി കഴിഞ്ഞാൽ
ഈ ചായ തുളുമ്പി നമ്മൾ പിടിച്ചിരിക്കുന്ന കയ്യിൽ തന്നെ കൃത്യമായിട്ട് വീഴും. ആ സമയത്ത് ആ ചായയുടെ ചൂട് നല്ല ഒരു 100-120 ഡിഗ്രി ചൂടുണ്ടാവും. നമ്മുടെ കൈ നന്നായി പൊള്ളും. ഒരു റിഫ്ലക്സ് ആക്ഷൻ വഴി കയ്യിൽ നിന്ന് അയഞ്ഞു പോകും, നേരെ താഴേക്ക് പോകും. പിന്നെ ഇതിനെ പോലെ തന്നെ ഇപ്പോൾ ചോദ്യത്തിലേക്ക് വരാം, ഈ ബ്രേക്ക് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു ലോക്കോ പൈലറ്റ് വണ്ടി എടുക്കുമ്പോൾ എങ്ങനെ വണ്ടി ഓടിക്കണം, എവിടെയെല്ലാം എന്തെല്ലാം ചെയ്യണം എന്നെല്ലാം റെയിൽവേ നിർവചിച്ച് വെച്ചിട്ടുണ്ട്. അതായത് അയാളുടെ ഡ്യൂട്ടി തുടങ്ങുന്ന സമയം മുതൽ ഡ്യൂട്ടി അവസാനിച്ച് സൈൻ ഓഫ് ചെയ്യുന്നത് വരെ അയാൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായി ഒരു 10-100 പോയിൻ്റ് അവർ ആദ്യമേ തന്നെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഇത്ര സ്പീഡിലേ പോകാവൂ, ഇത്ര ബ്രേക്ക് പ്രയോഗിക്കേണ്ടതുണ്ട്, ഇന്നയിടത്ത് ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഇന്നയിടത്ത് ബ്രേക്ക് പവർ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അങ്ങനെയൊക്കെ പല നിയമങ്ങളുണ്ട്. ആ ഒരു നിയമത്തിൻ്റെ ഭാഗമാണ് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേഷനിൽ മാത്രമാണ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ബ്രേക്ക് പിടിക്കുന്നുണ്ടോ, വണ്ടിക്ക് നമ്മൾ ഓടിക്കുമ്പോൾ ബ്രേക്ക് കിട്ടുമോ, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എഫക്റ്റീവായിട്ട് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ബ്രേക്ക് ഫീൽ ടെസ്റ്റ് നടത്തണം. അതാണ് ഷബീർ അലി പറഞ്ഞ ആദ്യത്തെ ബ്രേക്ക് ഫീൽ ടെസ്റ്റ്. അവിടെ അതുകൊണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് സ്ലോ ആയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ പിക്കപ്പ് ആവും. ലൂപ്പ് ലൈനിലൊക്കെ ആണെങ്കിൽ കുറഞ്ഞ സ്പീഡേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ പ്ലാറ്റ്ഫോമുള്ള ലൈനുകളുണ്ടല്ലോ, അത് ലൂപ്പ് ലൈൻ എന്നാണ് അറിയപ്പെടുക. പ്ലാറ്റ്ഫോം ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ ക്രോസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പിടിക്കുന്നതായിട്ടുള്ള ലൈനുകൾ ലൂപ്പ് ലൈനുകളെന്ന് അറിയപ്പെടുക. അവിടെയൊക്കെ 15-30 അങ്ങനെയുള്ള സ്പീഡാണ് അവർ നിർണ്ണയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്പീഡേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. അപ്പോൾ ആ സ്പീഡ് കഴിഞ്ഞ് ലൂപ്പ് ലൈൻ പാസ്സായി നമ്മൾ മെയിൻ ലൈനിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാക്സിമം പെർമിസിബിൾ സ്പീഡിൽ പോകാം. ഇതും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ മാക്സിമം പെർമിസിബിൾ സ്പീഡ് എന്താണ്, ആവറേജ് സ്പീഡ് എന്താണ് എന്നൊക്കെ ഉള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാനൊരു വീഡിയോ ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ധാരാളം തെറി വാങ്ങി തന്ന ഒരു സാധനമാണ് ഈ മാക്സിമം പെർമിസിബിൾ സ്പീഡും ആവറേജ് സ്പീഡും തമ്മിലുള്ള ആൾക്കാരുടെ തെറ്റിദ്ധാരണ. അപ്പോൾ ഒരു റെയിൽവേ ലൈനിന് സെൻട്രൽ റെയിൽവേ കമ്മീഷണർ, സേഫ്റ്റി കമ്മീഷണർ ഒരു മാക്സിമം സ്പീഡ് നിർണ്ണയിച്ച് കൊടുത്തിട്ടുണ്ടാവും. ആ സ്പീഡിൽ നമുക്ക് മുഴുവനായി പോകാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഷൊർണൂർ മംഗലാപുരം എൻ്റെ അറിവിൽ 110 കിലോമീറ്റർ സ്പീഡാണ് കൊടുത്തിട്ടുള്ളത്. എല്ലായിടത്തും 110 ഇല്ല, പക്ഷേ ചിലയിടങ്ങളിൽ അതിൻ്റെ നിർദ്ദേശങ്ങളുണ്ടാവും. അപ്പോൾ ഈ 110 കിലോമീറ്റർ സ്പീഡ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നത് വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഐഡിയലായിട്ടുള്ള ഒരു അവസ്ഥ മാത്രമാണ്. അപ്പോൾ ഒരു വണ്ടി മംഗലാപുരത്തു നിന്ന് ഷൊർണൂർ വരെ എത്തുന്നതിന് എത്ര സമയം എടുക്കുമോ അത് ആ ദൂരം കൊണ്ട് കിട്ടുമ്പോൾ ദൂരത്തിന് ആ സമയം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഇതാണ് ശരിക്കും ആവറേജ് സ്പീഡ്. അപ്പോൾ ഒരു മാക്സിമം പെർമിസിബിൾ സ്പീഡുള്ള വണ്ടി 110 കിലോമീറ്റർ സ്പീഡാണ് മാക്സിമം എങ്കിൽ അത് ആവറേജ് സ്പീഡ് ഒരു 65-60 ഒക്കെ ഉണ്ടാവുള്ളൂ. മംഗലാപുരത്തു നിന്ന് ഷൊർണൂർ എത്താൻ ഒരു 5 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്യാം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഏകദേശ കണക്ക്. അപ്പോൾ ശരിക്കും 300 കിലോമീറ്റർ ഉണ്ട്. 110 കിലോമീറ്ററിലാണ് ഓടാൻ കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തണം. പക്ഷേ അതങ്ങനെ എത്തില്ല. കാരണം പലയിടത്തും സ്പീഡ് കുറച്ച് പോകേണ്ട സ്ഥലങ്ങളുണ്ടാവും, പലയിടത്തും നമുക്ക് ഈ വേണ്ടത്ര ഹോളിംഗ് പവർ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഈ നാടൻ ഭാഷയിൽ പിക്കപ്പ് എന്നൊക്കെ പറയുന്ന ആ സംഭവം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ മാക്സിമം പെർമിസിബിൾ സ്പീഡ് അതുകൊണ്ട് തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആവറേജ് സ്പീഡാണ് നമ്മുടെ കണക്കിൽ എപ്പോഴും മാക്സിമം സ്പീഡായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്കന്ന് തെറി കിട്ടാനുള്ള കാരണം ഞാനന്ന് സ്പീഡ് 120 കിലോമീറ്ററിൽ ഓടുന്ന വണ്ടിയല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനിടയിൽ വന്ന് എല്ലാവരും ചോദിച്ചത് എവിടെയാണ് 120 കിലോമീറ്റർ സ്പീഡ്, 60 കിലോമീറ്റർ 65 കിലോമീറ്ററിലേ നമുക്ക് മാക്സിമം കിട്ടുള്ളൂ. ശരിക്കും മാക്സിമം സ്പീഡ് 120 വരെയാണെങ്കിൽ കിട്ടും, പക്ഷേ എല്ലായിടത്തും കിട്ടില്ല. അപ്പോൾ ആവറേജ് സ്പീഡാണ് ഇവരെല്ലാം മാക്സിമം സ്പീഡായിട്ട് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ സ്പീഡുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന് ശേഷം ഈ സ്പീഡ് പിക്കപ്പ് ചെയ്ത ശേഷം ഒരു 65-70 കിലോമീറ്റർ സ്പീഡായ ശേഷം നമുക്ക് ഓടിക്കുന്ന ലോക്കോ പൈലറ്റിന് വണ്ടിയുടെ ബ്രേക്കിങ്ങിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടാൻ, നമ്മൾ ഇവിടെ പിടിച്ചാൽ എവിടെ ചെന്ന് വണ്ടി നിൽക്കും എന്നറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റാണ് ബ്രേക്ക് പവർ ടെസ്റ്റ്.
ആ ബ്രേക്ക് പവർ ടെസ്റ്റാണ് ഒരു നല്ല സ്പീഡായ ശേഷം വീണ്ടും ഒന്ന് സ്പീഡ് ഒരു 30 കിലോമീറ്റർ സ്പീഡിലേക്കൊക്കെ താഴാനുള്ള കാരണം. അങ്ങനെ 2 രീതിയിലാണ് യാത്രക്കാർക്ക് മനസ്സിലാവുന്ന ബ്രേക്ക് പവർ ടെസ്റ്റുകളുള്ളത്. വണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ ഈ പാസഞ്ചർ ട്രെയിനുകൾ ഓടുമ്പോൾ ഈ വണ്ടി ഒരു ലൂപ്പ് ലൈനിൽ നേരത്തെ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം ലൈനിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ സാധാരണ ലോക്കോ പൈലറ്റിൻ്റെ അടുത്തേക്ക് ആളുകൾ ഇങ്ങനെ വരും, സാറേ ഈ വണ്ടിയെ പോയി എടുക്കുക, ഈ വണ്ടിയാണോ ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഇൻ്റർസിറ്റി ആണോ ആദ്യം കാലിക്കറ്റ് എത്തുക, എക്സിക്യൂട്ടീവിന് പോയാൽ ആദ്യം കണ്ണൂർ എത്തുമോ തുടങ്ങിയ സംശയങ്ങളുണ്ട്. സത്യത്തിൽ എപ്പോഴാണ് ഒരു വണ്ടി ഓപ്പറേഷൻ സൈഡിൽ എങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്, ആരാണ് വണ്ടി ആദ്യം ഏത് വണ്ടി പോകണമെന്ന് ആരാണ് നിർണ്ണയിക്കുന്നത്? ഗുഡ്സ് ട്രെയിനെ പിടിച്ചിട്ടിട്ട് പാസഞ്ചർ ട്രെയിനുകൾ കടത്തിവിടാറുണ്ട്, പാസഞ്ചർ ട്രെയിനിനെ പിടിച്ചിട്ടിട്ട് ഗുഡ്സ് ട്രെയിനുകൾ കടന്നു പോകാറുണ്ട്. ഇപ്പോഴാണ് ഒരു വണ്ടിക്ക് പ്രിഫറൻസ് വരുന്നത് അല്ലെങ്കിൽ ഡിറ്റൻഷൻ കൊടുക്കുന്നത് ഓപ്പറേഷൻ സൈഡ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമുക്കറിയാം റെയിൽവേയിൽ വിവിധ തരം ട്രെയിനുകൾ ഓടുന്നുണ്ട്. വന്ദേ ഭാരത് ഉണ്ട്, അതുപോലെ തന്നെ രാജധാനി, ദുരന്തോ പോലെയുള്ള എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ ഓടുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൽ, പാസഞ്ചർ, അതുപോലെ മെമു പോലെയുള്ള ഒരു വിവിധ ക്ലാസ്സുകളിലുള്ള വണ്ടികൾ ഓടുന്നുണ്ട്. യഥാർത്ഥത്തിൽ റെയിൽവേ ഇത്തരം വണ്ടികൾക്കൊക്കെ ഒരു പ്രിഫറൻഷ്യൽ ഓർഡർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ പ്രസിഡൻസ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഷൊർണൂരിൽ നിന്ന് ഒരു കണ്ണൂരിലേക്ക് പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. തൊട്ട് ബാക്കിലായിട്ട് ഒരു അരമണിക്കൂർ പിറകിൽ ഒരു എക്സ്പ്രസ്, സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് വരുന്നുണ്ട്. ഒരു പക്ഷേ കോഴിക്കോട് ആദ്യം എത്തേണ്ടത് ഈ പാസഞ്ചർ ട്രെയിൻ തന്നെ ആയിരിക്കും. എന്നിരുന്നാൽ പോലും ചിലപ്പോൾ താനൂരിൽ അല്ലെങ്കിൽ ഫറോക്കിൽ നിന്നോ ഒക്കെ ഈ എക്സ്പ്രസ് ട്രെയിനിനെ കടത്തി വിടാറുണ്ട്. അത് പഞ്ച്വാലിറ്റി എന്ന് പറയും. റെയിൽവേയുടെ ഒരു പഞ്ച്വാലിറ്റി ടൈമിംഗ് സിസ്റ്റം ഉണ്ട്. റെയിൽവേ പ്രവർത്തിക്കുന്നത് എപ്പോഴും ഒരു കോമ്പറ്റീഷനാണ്. ഡിവിഷനുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ, സോണുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചില വണ്ടികൾക്കൊക്കെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തൃശ്ശൂരിലേക്ക് പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണ്. ആ പാസഞ്ചർ ട്രെയിനിന് ഷൊർണൂരിനത്തെ തൊട്ട് മുന്നത്തെ സ്റ്റേഷൻ കാരക്കാട് സ്റ്റേഷനാണ്. ഈ കാരക്കാട് സ്റ്റേഷനിൽ 10:10 വണ്ടി കേവലം ഒരു 6 കിലോമീറ്റർ മാത്രമേ കാരക്കാട് നിന്ന് ഷൊർണൂരേക്കുള്ളൂ. ഈ 10:10 വണ്ടി ചിലപ്പോൾ 11 മണിക്കായിരിക്കും ഷൊർണൂർ അറൈവൽ ടൈം കൊടുത്തിട്ടുണ്ടാവുക. അതിന് മുന്നത്തെ ഷൊർണൂരിൻ്റെ മുന്നത്തെ കാരക്കാടിൻ്റെ മുന്നത്തെ സ്റ്റേഷൻ പട്ടാമ്പിയാണ്. ഈ പട്ടാമ്പി സ്റ്റേഷനും കാരക്കാട് സ്റ്റേഷനും തമ്മിൽ 12 കിലോമീറ്റർ ഉണ്ട്. ഈ 12 കിലോമീറ്റർ മറികടക്കാൻ 10 മിനിറ്റും കൊടുത്തിട്ടുണ്ടാവും. തൊട്ടപ്പുറത്ത് 5 കിലോമീറ്റർ കവർ ചെയ്യാൻ 50 മിനിറ്റും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ റെയിൽവേയുടെ പഞ്ച്വാലിറ്റി ലോസ് ആവാതിരിക്കാനും ഉള്ള അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ടൈം ടേബിളാണ്. അപ്പോൾ ഈ ടൈം ടേബിൾ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ, കാരണം ഇത് എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ 10-11 മണിക്കുള്ളിൽ ഈ വണ്ടി ഷൊർണൂർ എത്തിച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് മുന്നത്തെ സ്റ്റേഷനുകളിൽ ഒരു പക്ഷേ ഈ വണ്ടി പ്രയോറിറ്റിക്ക് അനുസരിച്ച്, എൻ്റെ തൊട്ട് പിന്നിൽ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിനെ ഡീറ്റെയിൻ ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ ഷബീർ പറഞ്ഞ മറ്റൊരു സിറ്റുവേഷൻ, ചിലപ്പം ഈ പറഞ്ഞ രാജധാനി എക്സ്പ്രസ്സിനെ പോലും പിടിച്ചിട്ട് ഗുഡ്സ് ട്രെയിനുകൾ കയറ്റി വിടുന്ന സിറ്റുവേഷനും ഉണ്ടാവാറുണ്ട്. അത് ഈ ഗുഡ്സ് ട്രെയിനുകൾ സഞ്ചരിക്കുന്നത് ഡിമാൻഡ് അടിസ്ഥാനത്തിലാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം, ഇന്ത്യൻ റെയിൽവേയുടെ ഒരു റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇൻകം എക്സ്പെൻസ് ആ റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റെയിൽവേയിൽ വരുമാനം വരുന്നത് ഗുഡ്സ് ട്രെയിൻ ഓടിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ നമ്മളൊന്ന് യാത്ര ചെയ്യുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനും പാസഞ്ചർ ട്രെയിനും ഓടിക്കുന്നതുകൊണ്ട് റെയിൽവേക്ക് നഷ്ടമാണ് വരുന്നത്. ഇപ്പോൾ ഒരു പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിൽ ഒരു 75% ആൾക്കാരും സീസൺ ടിക്കറ്റുകാരായിരിക്കും. ഈ സീസൺ ടിക്കറ്റുകാരുടെ അടുത്തുനിന്ന് റെയിൽവേക്ക് കിട്ടുന്നത് ആകെ 100 രൂപയായിരിക്കും ഒരു മാസത്തിൽ. ഈ 100 രൂപയ്ക്ക് ഒരു 1,00,000 രൂപേൻ്റെ അഹങ്കാരം കാണിക്കുകയും ചെയ്യും പാസഞ്ചേഴ്സ്. കാരണം എന്താണ്, ഓരോ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോഴേക്ക് അവർക്ക് കുടിവെള്ള സൗകര്യം വേണം,
അവർക്ക് എല്ലാ ഫാനും കറങ്ങണം, എല്ലാ ലൈറ്റും കത്തണം, ഇല്ലെങ്കിൽ അപ്പം റെയിൽ മതത്തിൽ കംപ്ലൈൻ്റ് ആണ്. പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ വെൽക്കം ടു പരപ്പനങ്ങാടി സ്റ്റേഷൻ. ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ മുന്നേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കോവിഡിൻ്റെ സമയത്ത് ആ ഇൻസിഡൻ്റ് ഒരു ജസ്റ്റ് ഒന്ന് പറയാം. കോവിഡിൻ്റെ സമയത്ത് എല്ലാ വണ്ടികളും റിസർവേഷൻ വണ്ടികളാണ്, ജനറൽ ടിക്കറ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ ജനറൽ ടിക്കറ്റ് സ്ഥിരമായിട്ട് സീസൺ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത ഏതൊരു മഹാനുഭാവനാണ്, ഒരു സർക്കാർ എംപ്ലോയിയാണ്, കേരള ഗവൺമെൻറ് സർക്കാർ എംപ്ലോയിയാണ്. അപ്പോൾ അദ്ദേഹം സ്ഥിരം ആയിട്ട് പരപ്പനങ്ങാടിയിൽ, ഞാൻ അന്ന് പരപ്പനങ്ങാടി സ്റ്റേഷൻ മാസ്റ്ററാണ്, പരപ്പനങ്ങാടിയിൽ മെയിലിൽ വന്ന് ഇറങ്ങുന്ന കക്ഷിയാണ്. അപ്പോൾ പരപ്പനങ്ങാടിയിൽ അനൗൺസ്മെൻറ്റ് സിസ്റ്റവും മറ്റുമൊക്കെ കൈകാര്യം ചെയ്യുന്നത് സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ്. യഥാർത്ഥത്തിൽ അത് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലിയാണ്, പക്ഷേ ആ ജോലിയും ചെയ്യുന്നത് സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ്. അപ്പം സ്ഥിരമായിട്ട് റെയിൽ മതത്തിൽ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പരപ്പനങ്ങാടി സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് ഇയാളെ റെയിൽവേ വെൽക്കം ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരാതി. അതായത് ചില സ്റ്റേഷനിൽ വരുമ്പോൾ നമുക്കറിയാം കോഴിക്കോട് സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ പരപ്പനങ്ങാടി സ്റ്റേഷൻ ഇയാളെ സ്വാഗതം ചെയ്യുന്നില്ല, ആ അനൗൺസ്മെൻറ്റ് വരുന്നില്ല എന്നുള്ളതാണ് ഇയാളുടെ പരാതി. അല്ലാതെ അയാളുടെ സേഫ്റ്റി പ്രശ്നമോ അല്ലെ അയാളെ കറക്റ്റ് സമയത്ത് ഇപ്പോൾ സ്റ്റേഷനിൽ ഇറക്കാതെ വണ്ടി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മതത്തിലാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. മതത്തിലെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഹയർ ലെവലിലേക്കാണ് പോവുക. അങ്ങനെ എൻ്റെ ഡ്യൂട്ടിയിൽ സ്ഥിരമായിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഈ കംപ്ലയിൻറ്റ് വന്നു. അങ്ങനെ പാലക്കാട് നിന്ന് എനിക്ക് കോൾ വരും, മാഷേ ഒരു മദത് കംപ്ലയിൻ്റ് ഉണ്ടല്ലോ, പരപ്പനങ്ങാടി സ്റ്റേഷനിൽ വെൽക്കം അനൗൺസ്മെൻറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു മദത് കംപ്ലയിൻ്റ് ഉണ്ട്. അങ്ങനെ ഇത് സ്ഥിരം വരാൻ തുടങ്ങി. അവസാനം ഞാൻ പറഞ്ഞു, തൽക്കാലം കൊടുക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞേക്ക്, ഇവിടെ ഞാൻ സ്റ്റേഷൻ മാസ്റ്ററാണ്, എനിക്കിവിടെ വേറെ കുറേ പണിയുണ്ട്, ആകെ 1 മിനിറ്റ് സ്റ്റോപ്പേജ് ഉള്ളൂ വണ്ടിക്ക്. അപ്പോൾ നമ്മൾ അറൈവിങ് ഓൺ എന്നുള്ള അനൗൺസ്മെൻറ്റ് കൊടുത്ത് വരുമ്പോൾ തന്നെ വണ്ടി തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാവും, പിന്നെ അതിൻ്റെ ഇടയിൽ വെൽക്കം കൊടുക്കാനുള്ള സമയമില്ല എന്നൊന്ന് പറഞ്ഞാൽ മതിയാണ്. അതിൻ്റെ ശേഷം ആ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ആളുകൾ പല കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം ചില ആൾക്കാർ ചില സമയത്തൊക്കെ ഫറൂഖ് സ്റ്റേഷനിൽ സ്ഥിരം ഉണ്ടാകുന്നതാണ്. ഷബീർ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ഞായറാഴ്ചകളിലൊക്കെ ചിലപ്പം കോയമ്പത്തൂർ പാസഞ്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ 4 വണ്ടിയൊക്കെ പോയിട്ടേ പിന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആൾക്കാർ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെങ്ങാനും ഇറങ്ങി വരുന്ന സമയത്ത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങളെ തല്ലാൻ വരാത്തത്. അപ്പോൾ ട്രെയിനിൻ്റെ ഡോറിലൊക്കെ ഇരുന്നിട്ട് നമ്മളെ ക്രൂരമായി നോക്കും. ചില സമയത്ത് ആ നോട്ടം സഹിക്കാൻ പറ്റാന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡോർ അടച്ചിടേണ്ടി വരും. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ സമയത്ത് ഇഷ്ടംപോലെ വണ്ടികളുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗുഡ്സ് ട്രെയിനുകൾ കടത്തി വിടേണ്ട സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഈ ഗുഡ്സ് അടുത്ത ലോഡിംഗ് പോയിന്റിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു നിശ്ചിത സമയത്തുള്ളിൽ ലോഡായി തിരിച്ച് വിടേണ്ടി വരും. തിരിച്ച് വിട്ടിട്ട് ഇത് അടുത്ത ഡിവിഷനിലേക്ക് കൈമാറേണ്ടതായിരിക്കും. അപ്പോൾ ഡിവിഷനുകൾ തമ്മിലുള്ളൊരു മത്സരമാണ്. അപ്പോൾ ഡിവിഷനുകൾ ഇപ്പോൾ പാലക്കാട് ഡിവിഷനിലാണ് നമ്മൾ ഈ ഒരു ഏരിയ എന്നുള്ളത്. അപ്പോൾ ഇതൊരു പക്ഷേ സേലം ഡിവിഷനിലേക്ക് പോകേണ്ട വണ്ടിയായിരിക്കും. അപ്പോൾ സേലം ഡിവിഷൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവും, നോട്ടവേഴ്സിൻ്റെ മുന്നേ വണ്ടി തന്നാൽ ഞാൻ വാങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നോട്ടവേഴ്സ് മീൻസ് ആ ദിവസം രാത്രി 12 മണിക്കുള്ളിൽ, അതായത് അടുത്ത ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ലോഡഡ് വണ്ടി എനിക്ക് തന്നാൽ ഞാൻ വാങ്ങും, അല്ലെങ്കിൽ ഞാൻ വാങ്ങൂല എന്ന് അവിടുത്തെ ഓഫീസർ പാലക്കാട് ഓഫീസറിനെ വിളിച്ച് പറയും. അപ്പോൾ ഉടനെ തന്നെ ഇത് ലോഡ് ചെയ്യേണ്ട സ്റ്റേഷൻ ഇപ്പോൾ മംഗലാപുരം പനമ്പൂരാണെന്നുണ്ടെങ്കിൽ പനമ്പൂരിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കും, ഒരു MT വരാണ്ട് ത്രൂ റണ്ണാണ്, എവിടെയും നിർത്താതെ അടിച്ചു കൊണ്ടുവരാണ്, രാജധാനിയും ദുരന്തമൊക്കെ പിടിച്ചു വെച്ചിട്ട് കൊണ്ടുവരാണ്, നിശ്ചിത സമയത്തുകൊണ്ട് ലോഡായി വണ്ടി സ്റ്റാർട്ട് ചെയ്തോളണം എന്ന് പറയും, ബാക്കിയെല്ലാം സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ രാജധാനിയല്ല വന്ദേ ഭാരത് നിർത്തിയിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഗുഡ്സിനെ കയറ്റി വിടേണ്ട സിറ്റുവേഷൻ വരും. അത് അർജൻസിക്ക് അനുസരിച്ചാണ്, എന്താണോ ആവശ്യം, ഡിമാൻഡിനനുസരിച്ചാണ് അത്തരം സിറ്റുവേഷൻസ് വരുന്നത്. പാസഞ്ചർ ട്രെയിനുകൾ പൊതുവേ എക്സ്പ്രസ് ട്രെയിനുകൾ ചില സമയത്ത് ഈ ഇപ്പം പഞ്ച്വാലിറ്റിയൊക്കെ ലോസായി ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂർ ചില സമയത്ത് നമുക്കൊക്കെ വിചാരിക്കും ചില ട്രെയിൻ 3 മണിക്കൂർ ലേറ്റായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് മേക്കപ്പ് ചെയ്യുമെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു വിചാരം വേണ്ട, ഒരിക്കലും മേക്കപ്പ് ചെയ്യില്ല. കാരണം 3 മണിക്കൂറൊക്കെ ലേറ്റായ വണ്ടി പിന്നെയും ലേറ്റാവാനേ സാധ്യതയുള്ളൂ. കാരണം ഓൾറെഡി ലേറ്റായ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് നിലവിൽ റൈറ്റ് ടൈം ഓടുന്ന വണ്ടി ഒരിക്കലും ലേറ്റാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ നോക്കില്ല. കാരണം ഓൾറെഡി അതിന് വരേണ്ട കംപ്ലയിൻസുകളൊക്കെ വന്നിട്ടുണ്ടാവും. 3 മണിക്കൂറിലധികം ലേറ്റായാൽ ഒരുപാട് ക്യാൻസലേഷൻ വരും, ഒരുപാട് TDR ഫയൽ ചെയ്ത് റീഫണ്ടുകൾ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും. അതൊക്കെ റെയിൽവേ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വണ്ടി റൈറ്റ് ടൈം ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നോക്കില്ല.
അപ്പം ആ സമയത്ത് ചിലപ്പം എക്സ്പ്രസ് ഈ ലേറ്റായി വരുന്ന എക്സ്പ്രസ്സിനെ സൂപ്പർ ഫാസ്റ്റിനൊക്കെ നിർത്തിയിട്ട് പാസഞ്ചർ ട്രെയിനുകൾ കടത്തിവിടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുന്നതും നോക്കുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് അല്ല. സ്റ്റേഷൻ മാസ്റ്റേഴ്സിൻ്റെ മുകളിൽ ഓരോ ഡിവിഷണൽ ഓഫീസേഴ്സ് ഉണ്ട്. നമ്മളെ സ്റ്റേഷൻ മാസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ ഇരിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഏത് വണ്ടി പിടിക്കണം, ഏത് വണ്ടി എവിടെ വാങ്ങിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് സ്റ്റേഷൻ മാസ്റ്റർ ആക്ട് ചെയ്യും. സ്റ്റേഷൻ മാസ്റ്റർ സിഗ്നൽസും ഇൻഫർമേഷൻസും കൊടുക്കുന്നതനുസരിച്ച് ലോക്കോ പൈലറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് നോർമലി ഉള്ള റെയിൽവേയിലെ സിസ്റ്റം. സാക്ഷര സമൂഹത്തിൽ വാർത്തകൾ, മാധ്യമങ്ങളൊക്കെ എല്ലാ സമയത്തും ജാഗ്രതയോട് കൂടെ ഓരോ വിഷയത്തെയും സമീപിക്കാറുണ്ട്. പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട് മെയിൻ ലൈനിൽ ലോക്കോ പൈലറ്റ് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് അദ്ദേഹം ലൂപ്പ് ലൈനിൽ, പ്ലാറ്റ്ഫോം ലൈനിൽ വണ്ടി വെച്ച് പോയി തുടങ്ങിയ ഒരുപാട് വാർത്തകൾ നമ്മൾ നിരന്തരമായി വാർത്തകളിലൂടെ കാണാറുണ്ട്. സത്യത്തിൽ ഈ ലോക്കോ പൈലറ്റ് എന്താണ് ലോക്കോ പൈലറ്റിൻ്റെ വർക്കിംഗ് ഹവേഴ്സ്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഈ വണ്ടിയുടെ നിയന്ത്രണം ചെയ്യുന്നത്? ഇതിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ധാരണയാണ് ലോക്കോ പൈലറ്റാണ് വണ്ടി ലേറ്റ് ആക്കുന്നതും വണ്ടി പെട്ടെന്ന് എത്തിക്കുന്നതും എന്നൊരു ധാരണ പൊതുവേ നമ്മളെ യാത്രക്കാർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. യഥാർത്ഥത്തിൽ ലോക്കോ പൈലറ്റിന് വണ്ടി ലേറ്റാക്കുന്നതിലോ പെട്ടെന്ന് എത്തിക്കുന്നതിലോ കാര്യമായ പങ്കൊന്നുമില്ല. ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൽ കൂടുതലൊന്നും ഒരു ലോക്കോ പൈലറ്റിനെ കൊണ്ടും വണ്ടി നേരത്തെ എത്തിക്കാൻ അയാളുടെ മാത്രം എഫേർട്ട് കൊണ്ട് കഴിയില്ല. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള പരാതിയാണ്, നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും ലേറ്റായിട്ട് എത്തുക. ഞങ്ങൾ ഓടിക്കുന്നതുകൊണ്ടല്ല, ബാക്കി ഇപ്പോൾ റഷീദ് മാഷ് സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാവും. നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ നമ്മുടെ ആ വണ്ടിയിൽ ആ സീറ്റ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. മുന്നേ പോയിട്ട് ഒരു ഗുഡ്സ് നിന്ന് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും ഒരാളെ ഇടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെവൽ ക്രോസിങ് ഗേറ്റ് തുറക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻജിൻ ഫെയിലായിട്ടുണ്ടാവാം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു അബദ്ധധാരണയുടെ ഭാഗമായിരുന്നു കാഞ്ഞങ്ങാട്ടെ സംഭവം. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രങ്ങളിൽ വലിയ വാർത്ത വന്നു. പത്രങ്ങളിൽ മാത്രമല്ല, ചാനലുകൾ 2-3 ദിവസം തുടർച്ചയായിട്ട് അവരുടെ ഏറ്റവും ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇതാണ് കാഞ്ഞങ്ങാട് മെയിൻ ലൈനിലല്ല, 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടു എന്നതായിരുന്നു പ്രശ്നം. റെയിൽവേയുടെ വർക്കിങ്ങിൽ യാതൊരു തടസ്സവും അതുകൊണ്ടുണ്ടായിരുന്നില്ല. യാത്രക്കാർക്ക് 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി എല്ലാ വണ്ടിയും കയറി പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഗുഡ്സ് നിർത്തിയിട്ട് വന്നത് ഭയങ്കര വാർത്തയായിട്ട് വന്നു. ശരിക്കും പറഞ്ഞ് സംഭവിച്ചത്, അന്ന് അവിടെ ഉണ്ടായിരുന്ന 3 ലൈനുകളിൽ ഒരെണ്ണം അപ്പ് ലൈനാണ്, അത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെയുള്ള ബാക്കിയുള്ള 3 ലൈനുകളിൽ ഒരു മെയിൻ ലൈൻ ഉള്ളത്. അവിടെയാണ് സാധാരണ ഗുഡ്സ് എടുക്കുക. മെയിൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല. ആ ലൈനിൽ ആണ് സാധാരണ ഗുഡ്സ് എടുക്കുക. കാരണം ആൾക്കാർക്ക് കയറാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി തന്നെയാണ്, കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ അവിടെ അന്ന് മെയിൻ ലൈനിൽ എന്തോ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അത് പാളത്തിന് എന്തോ തകരാറുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി അവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേ അന്നത്തെ ശേഷം മാസ്റ്റർ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഗുഡ്സ് ട്രെയിൻ എടുത്തു കഴിഞ്ഞ് അതിൻ്റെ എൻജിൻ കട്ട് ചെയ്ത് അത് പനമ്പൂരേക്ക് പോയി. ആ എൻജിന് പകരം വേറെ ഒരു എൻജിൻ കൊണ്ടുവന്ന്, ഡീസൽ എൻജിൻ കൊണ്ടുവന്ന് പിടിപ്പിച്ചു. പക്ഷേ പിടിപ്പിച്ച ശേഷം ആ ലോക്കോ പൈലറ്റിൻ്റെ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ അത് കാരണം അയാൾ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ, സമയം എന്ന് പറഞ്ഞാൽ 10 മണിക്കൂറാണ് സാധാരണ. 10 മണിക്കൂർ അല്ല, ശരിക്കും 8 മണിക്കൂറാണ് ഒരു ലോക്കോ പൈലറ്റിൻ്റെ ഡ്യൂട്ടി സമയം. പക്ഷേ എല്ലായ്പ്പോഴും അവർക്ക് നമ്മൾക്ക് അടുത്ത ആളെ ഈ 8 മണിക്കൂറിൽ എത്തിക്കാൻ പറ്റില്ല എന്നുള്ള സമയത്ത് 2 മണിക്കൂർ കൂടി നമ്മൾ വണ്ടി ജോലി ചെയ്യണം. അതിനുശേഷവും 1 മണിക്കൂർ അടുത്ത ഹെഡ് ക്വാർട്ടറിൽ, അതായത് നമുക്ക് അടുത്ത ലോക്കോ പൈലറ്റിൽ ലഭ്യമായ ഇടങ്ങളിൽ എത്തിക്കാൻ പറ്റിയാൽ അതും കൂടി വർക്ക് ചെയ്യണമെന്നാണ് റെയിൽവേയുടെ നിയമം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ലോക്കോ പൈലറ്റ് ഒരു സ്ട്രെച്ചിൽ ഏതാണ്ട് 11 മണിക്കൂറോളം യാത്ര ചെയ്യണം, വണ്ടി ഓടിക്കണം എന്നാണ് നിയമം. 11 മണിക്കൂർ ഒരേ സ്ട്രെച്ചിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം, നമ്മുടെ ശ്രദ്ധയിലും ജാഗ്രതയിലും വലിയ കുറവുണ്ടാവും. നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി, 4 മണിക്കൂറോ 3 മണിക്കൂറോ കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ ഒരവസ്ഥയാണ് ലോക്കോ പൈലറ്റിൻ്റെത്. അയാൾ മനുഷ്യനാണ്, പക്ഷേ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അയാൾ ഈ ഇത്രയും സമയം 11 മണിക്കൂർ എങ്കിലും നിരന്തരം ജാഗ്രത
വേണ്ടി വരുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ സമയം കഴിഞ്ഞു, അയാൾ പോയി. അപ്പോൾ അത് പിന്നെ അടുത്ത അയാളുടെ റിലീവിങ് ക്രൂ വേണമെങ്കിൽ വീണ്ടും മംഗലാപുരത്ത് നിന്ന് ആൾ വരണം. അങ്ങനെ ആ വണ്ടി പ്ലാറ്റ്ഫോമിൽ തന്നെ കുറേ നേരം കിടന്നുപോയി. അതായിരുന്നു അതിൽ സംഭവിച്ചത്. പക്ഷേ പത്രങ്ങളിൽ വാർത്ത വന്നത് വണ്ടി മെയിൻ ലൈനിൽ പ്ലാറ്റ്ഫോം ഒന്നിൽ നിർത്തിയിട്ട് ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി എന്നാണ്. അപ്പോൾ ഇതേപോലെ ധാരാളം മിഥ്യാധാരണകൾ ആൾക്കാർക്കുണ്ട്. അപ്പോൾ അത് നമ്മുടെ ജോലിയെ കുറച്ചൊക്കെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2 റെയിൽവേ ആപ്പുകളുണ്ട് മൊബൈലിൽ. അത് നിങ്ങളെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മൊബൈൽ ആപ്പുകൾ നമ്മുടെ ട്രെയിൻ എവിടെ എത്തി, നമുക്ക് പോകേണ്ട ട്രെയിൻ എപ്പോൾ വരും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫറോക്കിൽ നിന്ന് കോട്ടയത്തേക്ക് എപ്പോഴൊക്കെ വണ്ടി കിട്ടും, ഏതെല്ലാം വണ്ടി അവിടെ നിർത്തും, അതിൻ്റെ ഓരോ കോച്ചിൻ്റെയും പൊസിഷൻ ഏതൊക്കെയാണ്, ഇതെല്ലാം അറിയാൻ വേണ്ടി ഈ മൊബൈൽ ആപ്പുകൾ സഹായിക്കും. NTES എന്നാണ് ആ ഒരു മൊബൈൽ ആപ്പിൻ്റെ പേര്. ആ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പോകേണ്ട ട്രെയിൻ വരുന്നത് എപ്പോഴാണ്, അതിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്, അത് എവിടെയെങ്കിലും ക്യാൻസൽ ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അത് ഒരു ഉപയോഗപ്രദമായ ഒരു ആപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വേരീസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അത് റെയിൽവേയുടെ ഒതൻറ്റിക് ആപ്പല്ല, ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ അത് ഒരുപാട് പേര് ഉപയോഗിച്ച് വരുന്നത് കാണുന്നുണ്ട്. ആ ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു കുംട്ട എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഞാൻ പഞ്ചഗംഗ എക്സ്പ്രസ്സും കൊണ്ട് വണ്ടി ഓടിച്ചവിടെ കൊണ്ട് നിർത്തി. മാസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് മത്സ്യഗന്ധ എക്സ്പ്രസ്സിൻ്റെ ക്രോസിംഗ് ആണ്, നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അടുത്ത സ്റ്റേഷൻ വിട്ടിട്ടില്ല. ഹൊനാവർ എന്ന് പറയുന്നതാണ് അടുത്ത സ്റ്റേഷൻ, ഹൊനാവർ വിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഹൊനാവർ വിട്ട് കഴിയുമ്പോൾ ആ വണ്ടി വന്നിട്ടേ നിങ്ങളുടെ വണ്ടി പോകുള്ളൂ എന്ന് പറഞ്ഞു. ഒരാൾ കുറച്ച് മദ്യപിച്ചിട്ടുള്ള ഒരാൾ ഓടി വന്നു. അയാൾ പറഞ്ഞു, മത്സ്യഗന്ധ എക്സ്പ്രസ് എന്താ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്, അത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലല്ലേ വരേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മത്സ്യഗന്ധ പ്ലാറ്റ്ഫോം അല്ല ഇത്, മത്സ്യഗന്ധ എക്സ്പ്രസ് അല്ല ഇത് പഞ്ചഗംഗ എക്സ്പ്രസ് ആണ്. അയാൾ വാദിക്കാൻ തുടങ്ങി, ഇതല്ല, ഇത് മത്സ്യഗന്ധ എക്സ്പ്രസ്സാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയല്ലേ. അയാൾ സമ്മതിക്കാൻ തയ്യാറല്ല. അയാൾ മൊബൈൽ എടുത്ത് കാണിച്ചു, നോക്കൂ, വേരീസ് മൈ ട്രെയിനിൽ ഇപ്പോൾ കുംഡയിൽ മത്സ്യഗന്ധ എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്. ഹൊനാവർ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പത്തെ സ്റ്റേഷനിൽ പോലും എത്താത്ത വണ്ടി ആ ആപ്പിൽ അവിടെ കുംട്ടയിൽ എത്തിയതായിട്ടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അയാൾ കുറേ അധികം സംസാരിക്കും. പിന്നെ എൻ്റെ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് അവിടുത്തുകാരനായതുകൊണ്ട് അയാൾ വന്ന് ധാരാളം അയാളുടെ ലോക്കൽ ഭാഷയിലുള്ള അസംസ്കൃത പദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണെന്ന് എൻ്റെ തടി കഴിച്ചിലായത്. അപ്പോൾ അതുപോലെ ധാരാളം അവധാരണകൾ നമുക്കുണ്ട്. പക്ഷേ ഈ മൊബൈൽ ആപ്പുകളെല്ലാം വേണ്ട പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമാണ്. അതിൽ അടുത്ത മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് UTS എന്നാണ്. അത് നമുക്ക് ജനറൽ ടിക്കറ്റ് സ്റ്റേഷനിൽ പോകാതെ തന്നെ നമ്മുടെ ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരാപ്പാണ് UTS. അതിൽ നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും ആ ദിവസത്തേക്കുള്ള ജനറൽ ടിക്കറ്റുകൾ എടുക്കാൻ പറ്റും. ഓൺലൈൻ പേയ്മെൻറ്റ് വശമുണ്ടായാൽ മാത്രം മതി. പിന്നെ IRCTCയുടെ മൊബൈൽ ആപ്പുണ്ട്. അതുവഴി നമുക്ക് വേണമെങ്കിൽ നമുക്ക് റിസർവേഷൻ AC-ലോ സ്ലീപ്പറിലോ ഒക്കെ തൽക്കാലിലോ ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ പ്രയോജനപ്രദമായ ഒരു ആപ്പാണ്. നമുക്ക് സ്റ്റേഷനിൽ പോകേണ്ട, മറ്റാരെ ആശ്രയിക്കേണ്ട, ഇത് മുടക്കേണ്ട, പേയ്മെൻറ്റ് ഓൺലൈൻ സംവിധാനം അറിഞ്ഞാൽ മാത്രം മതി. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ബാക്കി ഷബീർ അലിയിലേക്ക്. റെയിൽവേയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. നിലവിൽ 4 ലക്ഷത്തോളം വേക്കൻസികൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞു 3 കോടിയോളം ആളുകൾ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് റെയിൽവേ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത്രയും ആളുകൾക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ ഇതിൽ ജോലി ചെയ്യുകയും വേണം. അത്രയും ആളുകൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പല മേഖലയിലും ഇഷ്ടംപോലെ വേക്കൻസികൾ റെയിൽവേയിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. 2024 റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഈ അടുത്ത കാലത്തെ ഒരു സുവർണ്ണ കാലഘട്ടം എന്നുള്ളത്. കാരണം ഏകദേശം 8 നോട്ടിഫിക്കേഷനുകളിലൂടെ ഏകദേശം ഒരു 3000-ഓളം ആളുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. റെയിൽവേയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം 10-30ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വിവിധ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള പോസ്റ്റുകളുണ്ട്. SSLC ക്വാളിഫിക്കേഷൻ, അതുപോലെ +2 ക്വാളിഫിക്കേഷൻ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ, പിന്നെ സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള മെഡിക്കൽ, അതുപോലെ തന്നെ എൻജിനീയറിങ് പോലെയുള്ള മറ്റു പോസ്റ്റുകൾ, ടീച്ചിങ് പോലെയുള്ള, ക്യാമറാമാൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള
അഡ്വക്കേറ്റ്, ലോയർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ റെയിൽവേയിൽ നിലവിലുണ്ട്. അപ്പോൾ ഇതിലേക്ക് എല്ലാം റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നത് വീണ്ടും ഓഫീസേഴ്സ് കാഡറൊക്കെ ഉണ്ട്, IAS നമ്മുടെ സിവിൽ സർവീസ് എക്സാമിലൂടെ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നതുമുണ്ട്. ഇതിലേക്കെല്ലാം മെജോറിറ്റി റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നത് RRB വഴിയാണ്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നത്. അപ്പം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നോട്ടിഫിക്കേഷൻസ് വരും. ആ നോട്ടിഫിക്കേഷൻസ് അനുസരിച്ച് നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്ന രീതിയാണ് റെയിൽവേക്കുള്ളത്. അപ്പോൾ റെയിൽവേയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഏകദേശം 2011 മുതലാണ് PSC പരീക്ഷകൾ എഴുതാൻ തുടങ്ങുന്നത്. അതിൽ പ്രിപ്പയർ ചെയ്തും പ്രിപ്പയർ ചെയ്യാതെയൊക്കെ ഒട്ടനവധി PSC പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. ഒരു 5-6 PSCയിൽ ലിസ്റ്റിലും വന്നിട്ടുണ്ടായിരുന്നു, പല ക്വാളിഫിക്കേഷനിലുള്ള. ഇത് എല്ലാം കഴിഞ്ഞ് അവസാനം ലിസ്റ്റ് നമുക്ക് കിട്ടില്ല എന്നുള്ള ഘട്ടത്തിൽ ചിലപ്പം ലിസ്റ്റ് ഇൻവാലിഡായി പോകും, ഡേറ്റ് കഴിഞ്ഞ് പോകും. അപ്പോൾ നമ്മളുടെ ആ പ്രതീക്ഷകളൊക്കെ അവിടെ അസ്ഥാനത്താവാണ്. അത്തരം ഒരു സ്ഥിതി നോർമലി PSCയിലുണ്ട്. അങ്ങനെയാണ് ഞാൻ SSCയെ കുറിച്ചും അതുപോലെ തന്നെ RRBയെ കുറിച്ചൊക്കെ പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ, എനിക്ക് മാത്തമാറ്റിക്സ് എന്നുള്ളത് കുറച്ച് ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി പാർട്ട് എന്നുള്ളത് GK-യേക്കാളും കൂടുതൽ. അപ്പോൾ റെയിൽവേയുടെ ഏറ്റവും വലിയൊരു സാധ്യത തന്നെ അതാണ്. അപ്പോൾ ഞാൻ SSC സിലബസിനെ കുറിച്ച് അറിഞ്ഞ് SSCക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ NTPC 2015 NTPCയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. ആ സമയത്ത് ചുമ്മാ അപ്ലൈ ചെയ്താൽ ഈ പോസ്റ്റ് ഏതാണ് അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് എന്ന് ഒരു ധാരണയില്ലാതെ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ SSCയുടെ ഒരു പ്രിപ്പറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഈസി ആയിട്ട് അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് കൂടുതലും മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി പാർട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ എക്സാമുകൾ നടക്കുന്നത്. അപ്പോൾ ആ ഒരു മേഖല അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെയിൽവേ എക്സാമുകൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുപാട് ആളുകൾ, നമ്മുടെ ആളുകൾ തന്നെ, ഇഷ്ടംപോലെ ആളുകൾ, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ കുറേ കാലം PSCക്ക് പ്രിപ്പയർ ചെയ്ത് PSC പരീക്ഷകൾ എഴുതി കിട്ടാതെ പിന്നീട് റെയിൽവേ എക്സാമുകൾ എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ റെയിൽവേ എക്സാം ക്വാളിഫൈ ചെയ്ത് റെയിൽവേ ജോബിലേക്ക് കയറിയ ഇഷ്ടംപോലെ ആളുകൾ, റീസെൻ്റ്ലി കയറിയ ആളുകളൊക്കെ അത്തരം ആളുകൾ തന്നെയാണ്. അപ്പം നമ്മൾ റെയിൽവേയുടെ വലിയൊരു സാധ്യത, പല ആളുകളും അത്ര മൈൻഡ് ചെയ്യാത്തൊരു മേഖലയാണ് റെയിൽവേ എന്നുള്ളത്. നമ്മളെ കഴിവിനും നമ്മളുടെ സാഹചര്യത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒട്ടനവധി പോസ്റ്റുകൾ ഇപ്പം തന്നെ നിലവിൽ മെയ് 11 വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ലൈവാണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ITIയോ അല്ലെങ്കിൽ പോളിടെക്നിക്കോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിഗ്രിയോ മറ്റോ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, മെക്കാനിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിലോ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം അതിൽ ടെക്നിക്കൽ ഒരു പോസ്റ്റ് ആയതുകൊണ്ട് ടെക്നിക്കലായിട്ടുള്ള ഒരു പേപ്പർ കൂടെ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് വലിയ ജോലി സാധ്യതയുണ്ട്. ഇപ്പം SSLC ക്വാളിഫിക്കേഷൻ പോസ്റ്റിൽ കയറുന്ന ഒരാൾക്ക് 10 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ ട്രെയിൻ മാനേജർ തുടങ്ങിയിട്ടുള്ള നല്ല പോസ്റ്റുകളിലേക്ക്, വൈറ്റ് കോളർ ജോബ് പോസ്റ്റുകളിലേക്ക് എത്താനുള്ള അനവധി സാഹചര്യങ്ങളും റെയിൽവേയിലുണ്ട്. അത്തരം പ്രൊമോഷൻ ടെസ്റ്റുകൾ എഴുതി അല്ലെങ്കിൽ LDCE പോലെയുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നല്ല പോസ്റ്റുകളിലേക്ക് എത്താനും സാധിക്കുന്നതാണ്. അപ്പം നമ്മളൊക്കെ റെയിൽവേയുടെ ഈ ഒരു ജോലി സാധ്യത എന്നുള്ളതും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ റെയിൽവേയിലേക്ക് വന്നാൽ, ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്ന സാറൊക്കെ എപ്പോഴും പറയും ലീവ് കിട്ടുന്നില്ല, ആൾ ഷോർട്ടേജ് ആണെന്നുള്ളതൊക്കെ. അപ്പം അത്തരം സാഹചര്യങ്ങൾ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇത്തരം മേഖലയിലേക്ക് കടന്നു വരേണ്ടതുണ്ട് എന്നുകൂടെ ഓർമ്മപ്പെടും. പേയ്മെൻറ്റ്, സാലറി, ഈ റെയിൽവേയിലേക്ക് ജോലിക്ക് വലിയ ശമ്പളമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ഒരു ഏരിയ കൂടെ സാറ് പറഞ്ഞ സന്തോഷമായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. തീവണ്ടി അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തീവണ്ടി യാത്രകൾ, തീവണ്ടി ജീവിതം എന്ന് പറഞ്ഞ 2-3 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ എഴുത്തുമായി ബന്ധപ്പെട്ട് 2-3 പേര് എന്നെ യൂട്യൂബിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. അതിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനല്ല ശരിക്കും എൻ്റെ വീട്ടിലിരിക്കുന്നവരടക്കം
ധാരാളം പഴി കേട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ഷബീർ അലി എന്നോട് ചോദിച്ചത്. എത്ര ശമ്പളം കിട്ടും എന്നതായിരുന്നു ചോദ്യം. അന്നും ഞാൻ പറഞ്ഞത് ശമ്പളം റെയിൽവേ ഒരു മാന്യമായ ശമ്പളം നൽകുന്നുണ്ട്. അത്യാവശ്യം ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ലോക്കോ പൈലറ്റിന് മറ്റ് ധാരാളം അലവൻസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാലറി പര്യാപ്തമല്ല. പക്ഷേ എങ്കിലും നല്ല പാക്കേജാണ് ലോക്കോ പൈലറ്റിന് റെയിൽവേ നൽകി വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലോ നിങ്ങളുടെ ബന്ധുക്കാരോ ആരെങ്കിലും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിൽ അവരെ എല്ലാം ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കണം. കുറച്ച് കഠിനമായ ജോലിയാണ്, ജോലി സമയം കൂടുതലാണ്, മറ്റ് ധാരാളം പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും വളരെ സാഹസികവും വളരെ ത്രില്ലിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജോലിയിലേക്ക് പ്രവേശിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ചോദ്യം സിയാവ് സാറിനോടാണ്. നമ്മൾ ചില ട്രെയിനിൽ 2 ലോക്കോമോട്ടീവ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് ഉപകാരമായിരുന്നു. 2-3 ലോക്കോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ സാധാരണ പ്രവർത്തിപ്പിക്കുന്നത് ചരക്ക് വണ്ടികളാണ്. അത് ഒരു എൻജിൻ കൊണ്ട് ഓരോ എൻജിനും ഒരു ഹോഴ്സ് പവർ, അതായത് അതിൻ്റെ ട്രാക്റ്റീവ് എഫേർട്ട് എന്നൊക്കെ പറയും. നമ്മൾ അതിന് വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ലോഡ് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു 2500-3000 ടണ്ണൊക്കെയാണ് ഒരു ഗുഡ്സ് ട്രെയിൻ ഉണ്ടാവുക. സാധാരണ BCN അതുപോലെയുള്ള നമ്മൾ ഈ സിമൻറ്റ് റൈസ് അരിയൊക്കെ കയറി വരുന്ന ഇത് ഒരു 2800-3000 ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ലോഗോയ്ക്ക് സാധാരണ 3100 ഒക്കെയാണ് പഴയ ലോഗോ. ഇപ്പോൾ അത് ധാരാളം മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. പഴയ ലോഗോയിൽ ഉണ്ടായിരുന്ന ഒരു 3100 ഇതുവരെയാണ് ഉണ്ടായിരുന്നത്, ഹോഴ്സ് പവർ 3200 HP വരെ. അപ്പോൾ അതിൽ ചിലപ്പോൾ വേണ്ടത്ര സ്പീഡ് കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ മഴയൊക്കെ വരികയാണെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ അന്നേരം നിൽക്കുന്ന കുതിരയാണ് ലോക്കോ. അപ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന ലോഡ് വലിച്ച് കയറ്റാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ വലിയ കയറ്റങ്ങളിലൊക്കെ വണ്ടി നിന്ന് പോവുകയും വണ്ടി നിന്ന് പോയാൽ ധാരാളം മറ്റു ട്രെയിനുകൾ, ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞിരുന്നല്ലോ, ഒരു ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ എത്തിയാൽ മാത്രമേ അടുത്ത ട്രെയിൻ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത എത്രയും വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് 2-3 ലോഗോ അറ്റാച്ച് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നാണ് അതിനറിയ പറയുന്നത്.